അങ്ങേ തിരുമുറിവുകളിൽ എന്നെ മറയ്ക്കണമേ. ക്രിസ്തുവിനെ അവർക്ക് പകർന്നു കൊടുക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ എൻ്റെ മിഷൻ ജേർണി സ്റ്റാർട്ട് ചെയ്തതും ഞാൻ അവിടെ ചെല്ലുന്നതും. പക്ഷേ അവരിൽ നിന്ന് ഞാനാണ് കുറേ കാര്യങ്ങൾ പഠിച്ചത്. മനുഷ്യൻ ഏകനായിരിക്കുന്ന അന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകുന്നുണ്ട്. അതിൽ ആ ചേർന്ന എന്നുള്ള വാക്ക് ആ ഒരു സമയത്ത് പ്രാർത്ഥനയിൽ ഒത്തിരി സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഒരു മിനിസ്ട്രിയിൽ വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ടീച്ചേഴ്സിനും നമുക്കൊന്ന് ഒരുമിച്ച് കൂടാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഉള്ള ഒരു പ്ലാറ്റ്ഫോം വേണമെന്ന് ചിന്തിച്ചു തുടങ്ങിയത്. എന്നെ സംബന്ധിച്ച് അസാധ്യം എന്ന് തോന്നിയൊരു കാര്യം ദൈവം സാധ്യമാക്കി തരികയാണ്. കാരണം തലേ ദിവസം എൻ്റെ ഉള്ളിലൂടെ പോയൊരു തോട്ട് ദൈവം പ്രാവർത്തികമായിട്ട് എൻ്റെ കയ്യിൽ വെച്ച് തരികയാണ്. എല്ലാം എനിക്കെൻ്റെ യേശു, എൻ്റെ ജീവൻ്റെ ജീവന യേശു. എൻ്റെ പേര് ജിബിൻ, വൈഫ് ലിസ. ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളാണ്, ക്ലെയറും പോളും. ഞാനൊരു അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്നു രാമപുരം സെയിൻറ്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ. വൈഫ് ലിസയും അധ്യാപികയാണ്. കുറുപ്പുന്തറ സെയിൻറ്റ് സേവിയേഴ്സ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപികയായിട്ട് ജോലി ചെയ്യുന്നു. എൻ്റെ വീട് കൂരണി പാലായ്ക്കടുത്തുള്ളൊരു സ്ഥലം ആണ്. ഞങ്ങൾ ജീസസ് യൂത്ത് കേരള പ്രൊഫഷണൽ മിനിസ്ട്രിയുടെ ഭാഗമാണ്. ഞങ്ങൾ ഒരു 3-4 വർഷത്തോളമായിട്ട് ഈ ഒരു മിനിസ്ട്രിയുടെ ഭാഗമായിട്ട് പോകുന്നു. ഈശോയായിട്ട് ഞാനൊരു കുറച്ചുകൂടി ഒരു ആത്മബന്ധത്തിലേക്കൊക്കെ വളരുന്നത് ഞാനൊരു കോളേജ് പഠിക്കുന്ന സമയത്താണ്. പ്രത്യേകിച്ച് ഞാൻ ഡിഗ്രി ചെയ്യുന്നത് പാല സെയിൻറ്റ് തോമസ് കോളേജിലാണ്. 2013-16 കാലഘട്ടത്തിലാണ്. അപ്പം ഞാൻ മൂവ്മെൻറ്റുമായിട്ട് കുറച്ചുകൂടി അടുക്കുന്നത് ഞാനൊരു 2014 കാലം തൊട്ടാണ്. അതുവരെ ഈശോയായിട്ട് ബന്ധമുണ്ട്. കാര്യം പറഞ്ഞാൽ പള്ളിയിലൊക്കെ പോകുന്നുണ്ട്. നമ്മൾ ഞായറാഴ്ച കുർബാനയ്ക്ക് പോകും. ഇട ദിവസങ്ങളിലൊക്കെ ശനിയാഴ്ച അങ്ങനെ നമ്മൾ ഇട ദിവസങ്ങളൊക്കെ പള്ളിയിൽ പോകുന്നുണ്ട്. പക്ഷേ നമുക്ക് കാര്യമായിട്ടൊരു വലിയ ബോധ്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പം അങ്ങനെ ഒരു ബോധ്യങ്ങളൊക്കെ കിട്ടിയത് ഈ ഒരു മൂവ്മെൻറ്റിൽ വന്നതിന് ശേഷമാണ്. പ്രത്യേകിച്ച് ഞാൻ മൂവ്മെൻറ്റിൽ വന്നതാണെങ്കിൽ പോലും ഞാൻ വലിയൊരു ജീസസ് യൂത്തിൻ്റെ വലിയൊരു പ്രോഗ്രാം ഒന്നും കൂടി മൂവ്മെൻറ്റിൽ വന്ന ഒരാളല്ല. ഞാൻ പാല സെൻറ്റ് തോമസ് കോളേജിൽ എല്ലാ ആഴ്ചകളിലും നമുക്കൊരു പ്രെയർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. വ്യാഴാഴ്ച ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ ഒരു ഗ്രൂപ്പിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. നമ്മൾ ആ ഒരു ഗ്രൂപ്പിൽ പോയി. എനിക്ക് ആ ഗ്രൂപ്പിൽ ചെന്നപ്പോൾ ഞാൻ അനുഭവിച്ചൊരു കാര്യമുണ്ടെന്ന് വെച്ചാൽ, അതിനു മുന്നേ നമ്മളിങ്ങനെ പല സംഘടനകളുടെയൊക്കെ ഭാഗമായിട്ട് നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഗ്രൂപ്പിൽ എനിക്കൊരു യൂണീക്ക് ഫാക്ടർ ഫീൽ ചെയ്തത്, എനിക്ക് കർത്താവുമായിട്ട് കുറച്ചുകൂടി ഒരു ബന്ധം എനിക്ക് ഈ ഒരു ഗ്രൂപ്പിൽ ഫീൽ ചെയ്യാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ആ ഗ്രൂപ്പിലുള്ളവർ തമ്മിലാണെങ്കിൽ ഒരു ഫെലോഷിപ്പും ഒരു ആത്മബന്ധവും ഒക്കെ വളരെ കൂടുതലായിട്ട് എനിക്ക് ആ ഒരു ഗ്രൂപ്പിൽ ഫീൽ ചെയ്തു തുടങ്ങി. പ്രത്യേകിച്ച് വചനം വായിക്കുന്നതും വചനം ഷെയർ ചെയ്യുന്നതൊക്കെ ഒരുപാട് ബോധ്യങ്ങൾ തരാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ഇവർ ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും പഠിച്ചിട്ടുള്ളവരൊന്നുമല്ല. പക്ഷേ വചനം വായിക്കുന്നു, അവർക്ക് കിട്ടിയ റിഫ്ലക്ഷൻസ് ഷെയർ ചെയ്യുന്നു. അത് നമ്മുടെ ജീവിതത്തെ പേഴ്സണലി ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്തു തുടങ്ങി. അത് എന്നെ ഒരുപാട് വളർത്തി. അങ്ങനെയാണ് ഞാൻ ഈ മൂവ്മെൻറ്റുമായിട്ടൊരു ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഞാനൊരു കോളേജ് കാലഘട്ടത്തിൽ ഈ ഒരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമാകുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ജീസസ് യൂത്തിൻ്റെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തതും അതിൻ്റെ ഭാഗമായൊരു മിഷന് പോകാനിടയായതും. അതൊരു 2016 കാലഘട്ടത്തിലാണ്. അതൊരു 1 മന്ത് മിഷനായിരുന്നു. അരുണാചൽ പ്രദേശിൽ ആയിരുന്നു എൻ്റെ മിഷൻ പ്ലേസ്. അതൊരു റിമോട്ട് വില്ലേജ് ആയിരുന്നു, ഒരു കുഗ്രാമമായിരുന്നു. ഞങ്ങളൊരു 5 പേരുണ്ടായിരുന്നു. ഞങ്ങളൊരു മിഷൻ്റെ ഭാഗമായി. ബേസിക്കലി ഞാൻ മിഷന് പോയത് അവർക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, ക്രിസ്തുവിനെ അവർക്ക് പകർന്നു കൊടുക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ എൻ്റെ മിഷൻ ജേർണി സ്റ്റാർട്ട് ചെയ്തതും ഞാൻ അവിടെ ചെല്ലുന്നതും. പക്ഷേ ആ ഒരു മാസ കാലഘട്ടം ശരിക്കും എൻ്റെ ഒരു ഫോർമേഷനായിരുന്നു. കാരണം അവരിൽ നിന്ന് ഞാനാണ് കുറേ കാര്യങ്ങൾ പഠിച്ചത്. ബേസിക്കലി ഈവൻ അവിടുത്തെ കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും നമ്മൾ ഒരു മുട്ടായി കൊടുത്താൽ പോലും അവരത് പിതാവിനും പുത്രനും വെച്ചിട്ടേ കഴിക്കുകയുള്ളൂ.
നമ്മളൊരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ പോലും അവരത് പിതാവിനും പുത്രനും വെച്ചിട്ട് അവർ ആ വെള്ളം പോലും കുടിക്കുകയുള്ളൂ. അവരുടെ ഒരു ഫെയ്ത്ത് കണ്ടപ്പോൾ ശരിക്കും എൻ്റെ ഒരു ഫെയ്ത്താണ് ചലഞ്ച് ചെയ്യപ്പെട്ടത്. കാരണം അവരുടെ ഒരു വിശ്വാസവും ആ ഒരു തീക്ഷ്ണതയും കണ്ടപ്പം അവരെത്രത്തോളം ആഴം ക്രിസ്തുവിലുള്ള ഒരു ആഴം എനിക്ക് അവരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാനയോടുള്ള ഒരു തീക്ഷ്ണതയും സ്നേഹവും ഞാൻ കൂടുതൽ എന്നിൽ ആഴപ്പെടുന്നത് ആ ഒരു മിഷൻ സമയത്തായിരുന്നു. കാരണം അവിടെയുള്ള ജനങ്ങൾ വർഷത്തിൽ ഒരു കുർബാന മാത്രം സ്വീകരിക്കുന്ന ആളുകളൊക്കെയാണ് അവിടെ. കാരണം അവിടെ അച്ഛന്മാർ മണിക്കൂറുകളോളം നടന്നിട്ടാണ് ഒരു വില്ലേജിലൊക്കെ എത്തിച്ചേരുന്നത്. അപ്പം ഞങ്ങൾ വില്ലേജിലൊക്കെ പോകുമ്പോൾ അച്ഛന്മാരുടെ കാപ്പയും അതുപോലെ കാസ പിലാസും ഒക്കെ ഞങ്ങൾ ബാഗിൽ ചുമന്നുകൊണ്ടാണ് ഞങ്ങൾ ഓരോ വില്ലേജിൽ ചെല്ലുന്നത്. വില്ലേജ് ചെല്ലുമ്പോഴാണെങ്കിൽ അവിടെ വലിയ പള്ളിയോ അങ്ങനെയോ കാര്യങ്ങളൊന്നുമില്ല. ഒരു ചെറിയൊരു മുറി, ഒരു ചെറിയൊരു ടേബിൾ കാണും. അവിടെ തുണിയൊക്കെ വിരിച്ച് ഞങ്ങൾ വിശുദ്ധ കുർബാന അർപ്പിച്ചതും അച്ഛൻ എന്ന് വെച്ചാൽ നമ്മൾ ബലിപീഠത്തോട് അത്രയും ചേർന്ന് നിന്നാണ് നമ്മൾ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ വിശുദ്ധ കുർബാനയോടൊരു ആഴമായ സ്നേഹം ഈ ഒരു കാലഘട്ടങ്ങളിൽ എന്നിൽ വളരാൻ തുടങ്ങി. അത് എന്നെ വ്യക്തിപരമായിട്ട് ഒരുപാട് മാറ്റി. വിശുദ്ധ കുർബാനയോടൊരു അമിതമായ സ്നേഹവും തീക്ഷ്ണതയും ഒക്കെ ഈ ഒരു കാലഘട്ടങ്ങളിൽ എന്നിൽ രൂപപ്പെട്ടു. അതിനുശേഷം നാട്ടിൽ വരുന്നു. നാട്ടിൽ വന്നതിന് ശേഷമാണെങ്കിൽ നമുക്ക് കുർബാനയോട് ഭയങ്കര ഒരു ആഴമാണ്. എന്ന് വെച്ചാൽ നമുക്ക് കുർബാന അതിനുശേഷം നമുക്ക് മിസ്സാക്കാൻ തോന്നത്തില്ല. നമുക്ക് എന്തൊക്കെ തിരക്കുകൾ ഉണ്ടെങ്കിലും നമ്മൾ കുർബാന ഏതൊക്കെ സ്ഥലങ്ങളിലാണെങ്കിലും നമ്മൾ പോയി കൂടും. ഞാൻ താമസിക്കുന്നത് പാലായിലാണ്. പാലായിൽ ഒരു 1 കിലോമീറ്റർ ചുറ്റളവിലൊരു 3-4 പള്ളികളെങ്കിലും കുറഞ്ഞതുണ്ട്. പക്ഷേ നമ്മൾ എത്രയോ പേര് കുർബാനയ്ക്ക് പോകുന്നുണ്ട്. അതൊരു വലിയൊരു ചോദ്യമായിട്ട് എന്നെ അലട്ടുന്നുണ്ട്. അന്നും ഇന്നും അലട്ടുന്നൊരു കാര്യമാണ്. അപ്പം കുർബാന ഇത്രയും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൊരു സ്ഥലത്ത് നമ്മൾ ഈ കുർബാന മിസ്സാക്കുന്നത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് സംഭവിച്ച ഒരു വർഷം തന്നെയാണ് 2016. വിശുദ്ധ കുർബാനയായിട്ട് ആഴം കൂടുന്നു. അതുപോലെ തന്നെ വചനം കൂടുതൽ ആഴത്തിൽ പഠിക്കാനും വായിക്കാനും ഒക്കെ തുടങ്ങിയത് ഈ ഒരു കാലഘട്ടത്തിലാണ്. കാരണം അതുവരെ ഞാനൊരു ബൈബിൾ ഫുൾ വായിച്ച് തീർത്തിട്ടില്ലായിരുന്നു. എല്ലാവരും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് വചനം, ബൈബിൾ വായിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. വീട്ടിലാണെങ്കിലും സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്ത് വായിക്കുന്നു, അല്ലെങ്കിൽ കിടക്കുന്നതിന് മുന്നേ കുറച്ച് സമയമൊക്കെ വായിക്കുന്നു. അതിലപ്പുറം ഞാനൊരു വചനത്തെ അത്ര സീരിയസ് ആയിട്ട് എടുത്തിരുന്നൊരു വ്യക്തി ആയിരുന്നില്ല. പക്ഷേ ഞാൻ ഈ ഒരു 2016 സമയത്ത് വചനം നമുക്ക് കുറച്ചുകൂടി ഒന്ന് വായിച്ചാലോ എന്നൊരു അങ്ങനെ ഒരു തോട്ട് പരിശുദ്ധാത്മാവ് തന്നെ എനിക്ക് നൽകുകയാണ് ചെയ്തത്. അന്ന് ഞാൻ എടുത്തൊരു ഡിസിഷൻ, ഇത് ഒറ്റ സ്ട്രെച്ചിൽ ഇത് വായിച്ച് തീർക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് അല്ല. ഇത് കർത്താവ് ആഗ്രഹിക്കുന്ന സമയത്ത് ഇത് തീർന്നോട്ടെ, അങ്ങനെ ഒരു രീതിയിലാണ് ഞാൻ വചനം വായിക്കാൻ തുടങ്ങിയത്. സോ ഞാൻ അതുകൊണ്ട് ഒത്തിരി നീട്ടി വായിക്കത്തില്ല, ഒത്തിരി കുറച്ചും വായിക്കത്തില്ല. ഒരു ദിവസം ഒരു അധ്യായം വെച്ച് വായിക്കുക എന്നൊരു അങ്ങനെ ഒരു എയിമോട് കൂടിയാണ് തുടങ്ങുന്നത്. ഞാൻ POC ബൈബിൾ എടുക്കുന്നു. നമുക്കറിയാം ഉൽപ്പത്തി ഏത് പുസ്തകത്തിൻ്റെയും തുടക്കത്തിൽ അതിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ ഉണ്ട്, ആമുഖമുണ്ട്. സോ ഞാൻ ആമുഖം ആദ്യം വായിക്കും. അതിനുശേഷമാണ് ആ ഒരു പോർഷൻ വായിക്കാൻ തുടങ്ങുന്നത്. ഏതൊരു കാലഘട്ടത്തിലാണ് ആ ഒരു ബുക്ക് എഴുതിയത്, അങ്ങനെയുള്ള ഒരു തിരിച്ചറിവുകളൊക്കെ കിട്ടിത്തുടങ്ങി. ഒരു അധ്യായം വെച്ച് വായിക്കും. സോ ഇടയ്ക്കൊക്കെ ബ്രേക്കായി പോയിട്ടുമുണ്ട്. പക്ഷേ എങ്കിലും ഞാനൊരു ബുക്ക് മാർക്ക് വെക്കും. വീണ്ടും കാണുന്ന സമയത്ത് വീണ്ടും എടുത്ത് വീണ്ടും വായിക്കും. അങ്ങനെ വായിച്ചു തുടങ്ങി. ആദ്യമൊന്നും വായിക്കുമ്പോൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എനിക്ക് വലിയ കാര്യങ്ങളോ ഒന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ ഗ്രാജുവലി ഞാനൊരു കുറേ മുന്നോട്ട് പോയി തുടങ്ങിയപ്പം പല കാര്യങ്ങളും റിവീൽ വചനത്തിൽ പറയുന്നത് പോലെ വചനത്തിൻ്റെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു എന്ന് വചനം പറയുന്നത് പോലെ തന്നെ വചനത്തിൻ്റെ ഉള്ളിലെ ഇന്നർ മീനിങ്ങുകൾ ഒക്കെ പതിയെ റിവീൽ ചെയ്യപ്പെട്ട് കിട്ടാൻ തുടങ്ങി. ഉദാഹരണം പറയുകയാണെങ്കിൽ യേശയ്യാ പ്രവാചകന്റെ പുസ്തകം. പണ്ടൊക്കെ യേശയ്യാ പ്രവാചകന്റെ പുസ്തകം നമ്മളിങ്ങനെ പള്ളിയിലൊക്കെ വായിച്ച് കേൾക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ ഉള്ളൂ. പക്ഷേ ഞാനിങ്ങനെ വചനം വായിച്ച് പോയി ഒരു യേശയ്യയുടെ ഒക്കെ പുസ്തകം എടുക്കുമ്പോൾ എനിക്ക് ആ ഒരു ബുക്ക് വായിക്കുമ്പോൾ എനിക്ക് ഈശോയുടെ ഫേസ് മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. കാരണം 400 വർഷം മുന്നേ, ഈശോ ജനിക്കുന്നതിലും 400 വർഷം മുന്നേ പ്രവാചകൻ ഈശോയെ പറ്റി പറഞ്ഞ കാര്യങ്ങളെല്ലാം അത് വളരെ വ്യക്തമായിട്ട് അതിനകത്ത് പറഞ്ഞിരിക്കുകയാണ്. ഈശോ പീഡ അനുഭവിച്ച സമയത്ത് കാര്യങ്ങൾ, താടി മീശ വലിച്ചു പറിക്കുമ്പോൾ അവൻ പ്രതികരിച്ചില്ല, അല്ലെങ്കിൽ അവൻ മൗനം പാലിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഈശോയെക്കുറിച്ച് മാത്രമേ എനിക്ക് അവിടെ കാണാൻ കഴിയുന്നുള്ളൂ. ഞാനൊരു 6 വർഷം എടുത്താണ് ബൈബിൾ ഫുൾ കംപ്ലീറ്റ് വായിച്ച് തീർക്കുന്നത്. സോ അത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു ഫോർമേഷൻ്റെ സമയമായിരുന്നു. ഈ വചനം എങ്ങനെ എന്നെ എത്രത്തോളം ആഴപ്പെടുത്തി എന്നുള്ളൊരു കാര്യം ഈ ഒരു കാലഘട്ടത്തിൽ എന്നെ ഫോം ചെയ്തു. എൻ്റെ കുറേ സ്വഭാവങ്ങൾ മാറി. ഞാൻ ചില സമയത്തൊക്കെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരാളായിരുന്നു. സോ
എൻ്റെ രീതികൾ തന്നെ ഈ വചനം മാറ്റിമറിച്ചു. ബൈബിൾ ഫുൾ വായിച്ചു കഴിഞ്ഞു, അതിനുശേഷം വീണ്ടും സുവിശേഷങ്ങൾ വീണ്ടും എടുത്ത് വായിച്ചു, ലേഖനങ്ങൾ വീണ്ടും എടുത്ത് വായിച്ചു, വെളിപാടിൻ്റെ പുസ്തകം. സോ അതിനുശേഷം ഇപ്പോൾ എനിക്ക് തോന്നുന്നു പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. യെശയ്യാ, വീണ്ടും ഇപ്പോൾ എസെക്കിയേൽ പോർഷൻ വീണ്ടും വായിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോ തവണ വായിക്കുമ്പോൾ ഓരോ ബോധ്യങ്ങളാണ് കർത്താവ് വന്നുകൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെ വചനത്തിൽ ഒരു ആഴപ്പെടാൻ ഈ ഒരു കാലയളവ് വരെ കർത്താവ് എന്നെ ഇടവരുത്തി, കർത്താവുമായിട്ടൊരു പേഴ്സണൽ ബന്ധത്തിലേക്ക് എന്നെ ഈ രണ്ട് കാര്യങ്ങൾ, വിശുദ്ധ കുർബാനയും വചനവും, എന്നെ എത്തിച്ചു. ഞാനൊരു ജീസസ് യൂത്ത് ആയിരുന്നില്ല. വിവാഹത്തിന് മുൻപ് ഈശോയെ കൂടുതൽ അറിഞ്ഞിരുന്നത് കുടുംബത്തിൽ നിന്നുമായിരുന്നു. പള്ളിയോട് ചേർത്ത് നിർത്തി വളരാൻ സാധിച്ചു എന്നത് വലിയ ദൈവാനുഗ്രഹമായിട്ട് കരുതുകയാണ്. വിവാഹത്തിൻ്റെ ആ ഒരു സമയത്ത് ഒരു ജീസസ് യൂത്ത് ആയിരിക്കണം ലൈഫ് പാർട്ട്ണർ എന്നുള്ളത് ഉള്ളിലുള്ള ഒരു ആഗ്രഹമായിരുന്നു. അതെനിക്ക് ഈശോയ്ക്ക് മാത്രം അറിയാവുന്ന ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, മനുഷ്യൻ ഏകനായിരിക്കുന്ന അന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകുന്നത്. അതിൽ ആ ചേർന്ന എന്നുള്ള വാക്ക് ആ ഒരു സമയത്ത് പ്രാർത്ഥനയിൽ ഒത്തിരി സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ജിബിൻ ചേട്ടായുടെ വിവാഹാലോചന വരുന്ന ആ സമയത്ത് ആദ്യം കണ്ടപ്പം മുതൽ തന്നെ അത് ദൈവം ഞങ്ങളെ ഒരുക്കിയതായിരുന്നുള്ള ഒരു ഉറച്ച ബോധ്യം ഉള്ളിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. വിവാഹത്തിന് ശേഷം ജിബിൻ ചേട്ടായിട്ട് ഒത്തുള്ള ജീവിതത്തിലാണ് അനുദിനം ദിവ്യബലിയിൽ പങ്കെടുക്കുവാനും അതുപോലെ അടുപ്പിച്ചുള്ള കുമ്പസാരത്തിനൊക്കെ കൂടുതലായിട്ട് ഇടയായിട്ടുണ്ട്. ഈ കുടുംബജീവിതം ശരിക്കും തമ്പുരാൻ ഈ ഒരു നിമിഷം വരെ ഞങ്ങളിങ്ങനെ ഒരുമിച്ച് ഒത്തിരി കരുതിയാണ് തമ്പുരാൻ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒത്തിരി ബുദ്ധിമുട്ടുകളും കുടുംബജീവിതമാകുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും മറ്റ് സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും തമ്പുരാൻ ഒരുമിച്ച് നിർത്തുന്നതായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഈശോയുടെ വലിയ അനുഗ്രഹത്താലാണ് ഇപ്പോഴാണെങ്കിൽ പോലും 2 കുഞ്ഞുങ്ങളുണ്ട്, എന്നാൽ പോലും ദിവ്യബലി പങ്കെടുക്കാൻ ഈശോ കൊണ്ടുപോകാറുണ്ട്. പ്രത്യേകിച്ച് ഒരു പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബാന്തരീക്ഷത്തിലേക്ക് കടന്നു വരാനൊക്കെ സാധിച്ചതും ഒക്കെ വലിയ ദൈവാനുഗ്രഹമായിട്ട് തന്നെയാണ് എപ്പോഴും കാണുന്നത്. പ്രൊഫഷണൽ മിനിസ്ട്രി ആയിട്ട് ഒരു ജീസസ് യൂത്ത് ആകണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പം വിവാഹത്തിന് ശേഷമാണ് ഇങ്ങനെ ജീസസ് യൂത്ത് ആയിട്ടുള്ള ഒരു പങ്കാളിയെ ലഭിച്ചപ്പോൾ ആ ഒരു മൂവ്മെൻറ്റിലേക്ക് വരാനും അവരോടൊത്തുള്ള ഒരുമിച്ചുള്ള പ്രാർത്ഥനയും ആ ഒരു കൂട്ടായ്മയിലേക്കൊക്കെ വരാൻ സാധിച്ചത്. ടീച്ചേഴ്സിൻ്റെ ഒരു മിനിസ്ട്രി ആയിട്ട് ഒക്കെ ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരുമിച്ച് ചെയ്യാറുണ്ട്. അതിൽ മീറ്റിങ്ങിലൊക്കെ പങ്കെടുക്കുമ്പോഴാണെങ്കിലും ടീച്ചേഴ്സുമായിട്ടുള്ളൊരു മീറ്റിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാനും ഒരുമിച്ച് പ്രാർത്ഥന ആവശ്യങ്ങൾ ചോദിക്കുവാനും അവർക്ക് പ്രാർത്ഥിക്കാനും ഒക്കെ സാധിക്കാറുണ്ട്. ആ ഒരു കൂട്ടായ്മയെ നിലനിൽക്കാൻ സാധിക്കുന്നതും പ്രകാരം ഇങ്ങനെ മുൻപോട്ട് പോകാൻ സാധിക്കുന്നതൊക്കെ വലിയ ദൈവാനുഗ്രഹമായിട്ട് കരുതിയാണ്. എപ്പോഴും ഈശോയോട് പ്രാർത്ഥിക്കാറുള്ള ഒരു കാര്യമാണ്, ഈശോയോട് ഇന്ന് ഞങ്ങളെ ചേർത്ത് നിർത്തണേ, തിരുക്കുടുംബം പോലെ ഇന്ന് ജീവിക്കാനുള്ള വലിയ കൃപ നൽകണേന്ന്. കാരണം കുടുംബജീവിതം എന്ന് പറയുന്നത് ഒട്ടും നമ്മുടെ കഴിവിലുള്ള കാര്യമല്ല. അപ്പോൾ ഈശോയുടെ വലിയ കൃപയ്ക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കാറും പ്രാർത്ഥിക്കാറുമുണ്ട്. ഈരടികൾ ഓർത്തു പോവുകയാണ്. അങ്ങേ തിരുമുറിവുകളിൽ എന്നെ മറക്കണമേ, അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തേണമേ. എല്ലാം എനിക്കെൻ്റെ യേശു, എൻ്റെ ജീവൻ്റെ ജീവന യേശു. എല്ലാം എനിക്കെൻ്റെ യേശു, എൻ്റെ ജീവൻ്റെ ജീവന യേശു. ഞങ്ങളിപ്പോൾ ജീസസ് യൂത്ത് കേരള പ്രൊഫഷണൽസ് മിനിസ്ട്രിയുടെ ടീച്ചേഴ്സിൻ്റെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് ഞങ്ങളിപ്പോൾ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. തിരിഞ്ഞു നോക്കുമ്പോൾ ഞാനൊരു അധ്യാപകനാകുമെന്നോ അല്ലെങ്കിൽ ഒരു ടീച്ചിങ് ഫീൽഡിലേക്ക് വരുമോ എന്നൊന്നും ചിന്തിച്ചിരുന്ന ഒരു ആളെ ആയിരുന്നില്ല. കാരണം എൻ്റെ ഒരു ഡ്രീം എന്നൊക്കെ വെച്ചാൽ PG ഒക്കെ കഴിഞ്ഞ ഒരു നെറ്റ് ക്വാളിഫൈ ചെയ്ത് അങ്ങനെ ഒരു ലെവലിൽ പോകാം എന്നൊക്കെ കരുതിയായിരുന്നു ഇരുന്നത്. B.Ed എന്ന കോഴ്സ് ഒരിക്കലും
എൻ്റെ ചിന്തയിലില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ നെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നു, എഴുതുന്നു. പക്ഷേ നെറ്റ് എനിക്ക് കിട്ടിയില്ല. ഒരു ഒന്നോ രണ്ടോ മാർക്കിന് നെറ്റ് എനിക്ക് ക്ലിയർ ആകാതെ പോകുന്നു. അങ്ങനെ വന്നപ്പോൾ എനിക്ക് ബി എഡ് എന്നൊരു ഓപ്ഷൻ വീണ്ടും മുന്നിലേക്ക് വന്നു. സോ അന്ന് കർത്താവിനോട് കർത്താവിനോട് പറഞ്ഞൊരു കാര്യം, ബി എഡ് ചെയ്യുവാണെങ്കിൽ ഞാൻ ഒരിക്കലും ഒരു സെൽഫ് ഫിനാൻസ് കോളേജ് ചെയ്യത്തില്ല, ഒന്നെങ്കിൽ ഒരു എയ്ഡഡ് കോളേജ് മാത്രമേ ഞാൻ ബി എഡ് പഠിക്കുകയുള്ളൂ എന്ന് അന്ന് കർത്താവിനോടൊരു കാര്യം ഇങ്ങനെ പറഞ്ഞു. ഞാൻ ആപ്പാട് 2 കോളേജിൽ അഡ്മിഷൻ വെച്ചു. ഒന്ന് നമ്മുടെ പാലാ സെൻറ് തോമസ് ബി എഡ് കോളേജിലും പിന്നെ മാന്നാനം സെൻറ് ജോസഫ്സ് ട്രെയിനിങ് കോളേജിലാണ് അഡ്മിഷൻ വെക്കുന്നത്. പക്ഷേ ലിസ്റ്റ് വന്നപ്പോൾ എൻ്റെ പേര് മാന്നാനം സെൻറ് ജോസഫ്സിൽ വന്നു. സോ അങ്ങനെയാണ് ഞാൻ ശരിക്കും ബി എഡ് എന്നൊരു കോഴ്സിലേക്ക്, അല്ലെങ്കിൽ ടീച്ചിങ് എന്നൊരു ഫീൽഡിലേക്ക് തിരിഞ്ഞത് പോലും അതുകൊണ്ടായിരുന്നു. ആ ഒരു കോഴ്സുകൾ കഴിയുന്നു. പക്ഷേ കോഴ്സ് കഴിഞ്ഞപ്പോൾ ഒരിക്കലും ഈ ഒരു കോഴ്സ് എടുത്തില്ലായിരുന്ന ജീവിതത്തിൽ വലിയൊരു നഷ്ടമായി പോയെന്ന് ഞാൻ ചിന്തിക്കുകയും ചെയ്തായിരുന്നു. പല മിനിസ്റ്ററുകളിലൂടെ കർത്താവ് വഴി നടത്തി, പ്രത്യേകിച്ചൊരു മിഷൻ ടീമിൻ്റെ ഭാഗമാകാൻ കർത്താവ് ഇടവരുത്തി. അതുപോലെ പാരിഷ് മിനിസ്ട്രിയിലൂടെ കർത്താവ് വഴി നടത്തി. അതുപോലെ പാലാ സോണൽ കൗൺസിൽ ടീമിൻ്റെ ഒക്കെ ഭാഗമാകാൻ കർത്താവ് എന്നെ വഴി നടത്തി. അതിനുശേഷമാണ് ഞാനൊരു ജീസസ് യൂത്ത് കേരള പ്രൊഫഷണൽസ് മിനിസ്ട്രിയുടെ ഭാഗമാകുന്നത്. ഏകദേശം ഇപ്പോൾ ഒരു 4 വർഷത്തോളമായിട്ട്, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു മിനിസ്ട്രിയുടെ ഭാഗമായിട്ട് ഇപ്പം മുന്നോട്ട് പോകുന്നു. അതിനകത്ത് ടീച്ചേഴ്സ് സ്ട്രീമിൻ്റെ ഒരു വിങ്, അല്ലെങ്കിൽ ടീച്ചേഴ്സിന് വേണ്ടി ഒരു കൂട്ടായ്മ നമ്മൾ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഈ ഒരു മിനിസ്ട്രിയിൽ വന്നതിന് ശേഷമാണ് ഇങ്ങനെയൊരു ടീച്ചേഴ്സിനും നമുക്കൊന്ന് ഒരുമിച്ച് കൂടാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഉള്ളൊരു പ്ലാറ്റ്ഫോം വേണമെന്ന് ചിന്തിച്ചു തുടങ്ങിയത്. കാരണം ഇതിന് മുന്നേ ആണെങ്കിലും പ്രൊഫഷണൽ മിനിസ്ട്രിയിൽ പല പ്രൊഫഷൻസ് ഉണ്ട്. അതിനകത്ത് കൂടുതലും ഉണ്ടായിരുന്നവർ IT അല്ലെങ്കിൽ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രൊഫഷനുള്ള ആൾക്കാരായിരുന്നു കൂടുതലും പ്രൊഫഷണൽസ് മിനിസ്ട്രിയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നവർ. ഒരു ടീച്ചർ എന്ന നിലയിൽ ഞാൻ ഈ ഒരു മിനിസ്ട്രിയുടെ ഭാഗമാകുന്നതും ടീച്ചേഴ്സിനും കുറച്ചുകൂടെ നമ്മൾ ഫോക്കസ് ചെയ്യണമെന്ന് ചിന്തിച്ചു തുടങ്ങിയതും അങ്ങനെ ഒരു സമയത്തായിരുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രഷർ അനുഭവിക്കുന്ന ഒരു ഗ്രൂപ്പ് ടീച്ചേഴ്സാണ്. കാരണം നമ്മൾ പുറമേ നോക്കുമ്പം ടീച്ചിങ് എന്ന പ്രൊഫഷൻ വളരെ നല്ലൊരു ജോലിയായിട്ട് തോന്നും. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് നമ്മൾ പിള്ളേരുടെ മുമ്പിലൊക്കെ ആയിരിക്കുമ്പോഴും ടീച്ചേഴ്സ് ഒരുപാട് പ്രഷർ അനുഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് കോവിഡ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിള്ളേരുടെ സ്വഭാവത്തിലും ഒക്കെ ഉണ്ടായ മാറ്റങ്ങൾ, അവരുടെ ആറ്റിറ്റ്യൂഡിലുണ്ടായ ചേഞ്ചുകളൊക്കെ ടീച്ചേഴ്സ് ഒരുപാട് സ്ട്രഗിൾ അനുഭവിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് നമുക്കിങ്ങനെ എന്തുകൊണ്ട് ടീച്ചേഴ്സിന് ഒരുമിച്ച് കൂടാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഉള്ളൊരു പ്ലാറ്റ്ഫോം രൂപപ്പെടുത്തിക്കൂടാ. ഓക്കെ, സോ അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരു ചെറിയൊരു വാട്സാപ്പ് ഗ്രൂപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്കൊരു 1-2 ടീച്ചേഴ്സിൻ്റെ കോൺടാക്റ്റ് ഒക്കെ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഒരുമിച്ച് കൂടുന്നു. അന്ന് നമുക്കൊരു മീറ്റിംഗ് ആയിട്ട് ഒന്നുമില്ല. നമ്മൾ ആ ഒരു ഗ്രൂപ്പിലൊരു ഹെയിൽ മേരി ചൊല്ലി പോസ്റ്റ് ചെയ്യും, നമ്മളതിങ്ങനെ അപ്ഡേറ്റ് ചെയ്യും. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കർത്താവ് തന്നെ ആ ഒരു ഗ്രൂപ്പിനെ വളർത്തുന്നതായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു തുടങ്ങി. എന്ന് വെച്ചാൽ കുറച്ചുകൂടെ ടീച്ചേഴ്സ് ആ ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമാവതു, പ്രാർത്ഥിക്കാനൊക്കെയുള്ളൊരു വേദിയായിട്ട് കർത്താവ് ആ ഒരു സ്ട്രീമിനെ മാറ്റിയെടുത്തു. ഇപ്പോൾ നിലവിൽ നമുക്ക് ടീച്ചേഴ്സിന് ഒരു കൂട്ടായ്മയായിട്ട് എല്ലാ ആഴ്ചയിലും എല്ലാ സൺഡേസിലും ഇപ്പോൾ ടീച്ചേഴ്സിന് ഒരുമിച്ച് കൂടാനും പ്രാർത്ഥിക്കാനൊക്കെ ഉള്ള ഒരു പ്ലാറ്റ്ഫോം കർത്താവ് തന്നെ രൂപപ്പെടുത്തി തരുന്നു. അങ്ങനെ അത് ഒരുപാട് ടീച്ചേഴ്സിനാണെങ്കിലും അത് ഫ്രൂട്ട്ഫുൾ ആവുന്നുണ്ട്. കാരണം അവർക്ക് ഷെയർ ചെയ്യാനൊക്കെ ഉള്ളൊരു പ്ലാറ്റ്ഫോം, അവരുടെ പ്രശ്നങ്ങൾ, അവർ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഷെയർ ചെയ്യാനൊക്കെ ഉള്ളൊരു പ്ലാറ്റ്ഫോം ആക്കി ഈ ഒരു മിനിസ്ട്രിയെ കർത്താവ് വളർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. വിവാഹത്തിന് ശേഷമാണെങ്കിലും കർത്താവ് ഞങ്ങളെ ഈ ഒരു പ്രൊഫഷനിലേക്ക്, ഇപ്പം വൈഫാണെങ്കിലും ടീച്ചറാണ്, ഞാനും ഒരു അധ്യാപകനാണ്. അധ്യാപകർ ഫേസ് ചെയ്യുന്ന സ്ട്രഗിൾസിനെ ഞങ്ങൾക്ക് കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യം, കർത്താവ് ഞങ്ങളെ ഈ ഒരു പ്രൊഫഷൻ പോലും കർത്താവ് ഞങ്ങളെ കൊണ്ട് എടുപ്പിച്ച ഒരു പ്രൊഫഷനായിട്ട് ഞാനിപ്പോൾ ചിന്തിക്കുകയാണ്. അല്ലെങ്കിൽ ഞാനൊരു ടീച്ചർ ആവോ, അല്ലെങ്കിൽ ഇങ്ങനെ ഞാനൊരു അധ്യാപകനാകേണ്ട ആളാണോ എന്നൊക്കെ ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ കർത്താവ് തന്നെ ഈ ഒരു പ്രൊഫഷൻ എന്നെ കൊണ്ട് ബോധപൂർവ്വം എടുപ്പിക്കുകയും ഇപ്പോൾ കർത്താവ് ഇതുവരെ ഞങ്ങളിങ്ങനെ എത്തിച്ചിരിക്കുകയാണ്. ഈ ഒരു മിനിസ്ട്രി, അല്ലെങ്കിൽ ഈ ഒരു മിനിസ്ട്രി മുന്നോട്ട് ഗൈഡ് ചെയ്യാൻ ദൈവത്തിൻ്റെ വലിയൊരു കൃപയായിട്ടും ദാനമായിട്ടും ഞങ്ങൾ കരുതുന്നു. അത് വചനം പറയുന്നത് പോലെ മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമമായ തീരുമാനം കർത്താവിൻ്റെ അത്രയാണ്. സോ ഞങ്ങൾ എന്തേലും പ്ലാൻ ചെയ്താലും കർത്താവിൻ്റെ പ്ലാൻ ആയിരിക്കും അവസാനം വർക്കൗട്ട് ആവും. തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതത്തിലെ കർത്താവ് വഴി നടത്തിയ ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. സോ അത് നോക്കുവാണെങ്കിൽ എൻ്റെ ഒരു അധ്യാപന ജോലിയായിട്ട് ബന്ധപ്പെട്ട് തന്നെ എനിക്ക് പറയാൻ കഴിയും. കാരണം ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സ്കൂളിന് മുന്നേ ഞാനൊരു CBSE സ്കൂളിൽ, ഒരു പ്രൈവറ്റ് സ്കൂളിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ ആ ഒരു സ്കൂളിൽ സ്കൂൾ ബസ്സിൽ ഞാനിങ്ങനെ എന്നും വൈകിട്ട് ട്രാവൽ ചെയ്യും പാലായ്ക്ക്. സോ ഞാൻ ആ വരുന്ന വഴിക്ക്
ഞാൻ യാദൃശ്ചികമായിട്ടൊരു സ്കൂള് കണ്ടു. ആ സ്കൂളിൻ്റെ പേര് സെയിൻറ്റ് പോൾസ് എന്നാണ്. അങ്ങനെ ആ ഒരു സ്കൂള് കണ്ടപ്പോൾ എൻ്റെ ഉള്ളിൽ എങ്ങനെയോ ഒരു യാദൃശ്ചികമായൊരു തോട്ട് വന്നു. കർത്താവെ, ഏതെങ്കിലും പാലാ കോർപ്പറേറ്റിൽ അല്ലെ പാലാ രൂപതയിൽ എത്രയോ സ്കൂളുകളുണ്ട്, ഏതെങ്കിലും ഒരു എയ്ഡഡ് സ്കൂളിൽ ഒരു ചെറിയൊരു പോസ്റ്റ് എനിക്ക് കിട്ടിയിരുന്നെങ്കിലോ എന്ന് ഞാൻ ഉള്ളിലൂടെ ഒരു തോട്ട് പോയി. അങ്ങനെ ഞാൻ ആ ഒരു കാര്യം കഴിഞ്ഞ് പാസ് ചെയ്ത് ഞാൻ പാലായിൽ വന്നു. ഞാൻ പാലായിൽ കുർബാനയ്ക്ക് എന്ന് കൂടാറുണ്ട്. ആ കുർബാന കഴിഞ്ഞപ്പോൾ അന്ന് അച്ഛൻ പറഞ്ഞൊരു കാര്യം, അന്ന് യൂദാ തദയൂസിൻ്റെ ഫീസ്റ്റാണ്. അപ്പോൾ അന്ന് അച്ഛൻ പറഞ്ഞൊരു കാര്യമായിരുന്നു, ഈ യൂദാസ്ലേഹ എന്ന് പറയുന്നത് അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനാണ്. എന്തുകൊണ്ടാണ് സഭ അദ്ദേഹത്തെ അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായിട്ട് വണങ്ങുന്നത്? അപ്പം അച്ഛനെന്ന് പറഞ്ഞൊരു കാര്യമാണ്, തൻ്റേതല്ലാത്ത കാരണത്താൽ തെറ്റിദ്ധരിക്കപ്പെട്ടൊരു വിശുദ്ധനായിരുന്നു യൂദാ തദയൂസ്. കാരണം യൂദാ സ്കറിയാത്തയുടെ പേരിനോടുള്ള സാമ്യം അദ്ദേഹത്തെ അങ്ങനെ തെറ്റിദ്ധരിക്കാൻ ഇടയായി. സോ അതുകൊണ്ടാണ് സഭ ദൈവം ആ ഒരു വിശുദ്ധനെ അത്രയധികമായിട്ട് ഉയർത്തുക, അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായിട്ട് ഉയർത്തുന്നു. ഇതെല്ലാം കേട്ട് ഞാനന്ന് വീട്ടിൽ ചെല്ലുമ്പം എൻ്റെ ഫോണിൽ ഒരു കോള് കിടക്കുകയാണ്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കോളാണ്. അപ്പോൾ അവൻ ചോദിച്ചു, ചേട്ടാ നിനക്ക് പാലാ കോർപ്പറേറ്റിൽ നിന്ന് അങ്ങനെ വല്ലതും എന്തെങ്കിലും കോള് വന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചേട്ടാ കോളൊന്നും വന്നില്ല. കാരണം ഞങ്ങളെല്ലാം ഒരു ഇൻ്റർവ്യൂ ലിസ്റ്റിലാണ്. ഞാൻ 4ാമതായിരുന്നു ലിസ്റ്റിൽ, എൻ്റെ ഫ്രണ്ട് 3ാമതുമായിരുന്നു. അപ്പോൾ അവന് വേറൊരു സ്കൂളിൽ ജോലി കിട്ടിയതുകൊണ്ട് അവൻ ആ ഒരു കോള് റിജക്റ്റ് ചെയ്തായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം ഒന്ന്, വൈഫും പറഞ്ഞു നമുക്കെന്നാൽ പിറ്റേ ദിവസം ഒന്ന് ഓഫീസിൽ ഒന്ന് പോയി ചോദിച്ചാലോ എന്ന് കരുതി ഞങ്ങൾ ഓഫീസിൽ ചെല്ലുന്നു. ഞാൻ ഓഫീസിൽ ചെല്ലുമ്പോൾ അച്ഛൻ അവിടെ ഇല്ല. ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചു, ചേട്ടാ അച്ഛൻ വിളിക്കുന്നുണ്ട്, നീ ഓഫീസ് വരെ ഒന്ന് വരണമെന്ന് പറഞ്ഞു. ഞാനങ്ങ് ഓഫീസിൽ അകത്ത് കയറി ചെല്ലുമ്പോൾ അച്ഛൻ്റെ കയ്യിൽ ഒരു അപ്പോയിൻമെൻറ്റ് ലെറ്റർ ഇരിക്കുകയാണ്. നാളെ മുതൽ ഇനിയൊരു സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ ആ ഒരു ലെറ്റർ എൻ്റെ കയ്യിലേക്ക് വെച്ച് തരികയാണ്. ഇത് കിട്ടുമ്പോൾ ഞാൻ ശരിക്കും വണ്ടറടിക്കുകയാണ്. കാരണം എന്നെ സംബന്ധിച്ച് അസാധ്യം എന്ന് തോന്നിയൊരു കാര്യം ദൈവം സാധ്യമാക്കി തരികയാണ്. കാരണം തലേ ദിവസം എൻ്റെ ഉള്ളിലൂടെ പോയൊരു തോട്ട് ദൈവം പ്രാവർത്തികമായിട്ട് എൻ്റെ കയ്യിൽ വെച്ച് തരികയാണ്. ഇങ്ങനെയുള്ള ഒട്ടനവധി അനുഭവങ്ങൾ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടിട്ടുണ്ട്, പ്രൊഫഷൻ വൈസ് ആണെങ്കിൽ. ഞാനും അധ്യാപന ജീവിതം ഒത്തിരി ആഗ്രഹിച്ചാണ്. ചെറുപ്പം മുതലേ മനസ്സിലുണ്ടായിരുന്ന ഏക ആഗ്രഹം എന്ന് പറയുന്നത് ടീച്ചർ പ്രൊഫഷൻ എന്ന് മാത്രമായിരുന്നു മനസ്സിൽ അന്ന് മുതലേ തമ്പുരാൻ തന്നിരുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ആദ്യത്തെ ഒരു ടെസ്റ്റ് നടത്തുന്നത് അത് അത്ഭുതകരമായിരുന്നു. ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുന്ന ആ ഒരു സമയത്ത് ടെസ്റ്റിന് വേണ്ടി വിളിച്ചു. പക്ഷേ ഞങ്ങളുടെ കോഴ്സ് കഴിഞ്ഞിരുന്നില്ല. അപ്പം ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ ടെസ്റ്റിന് തന്നെ ഒന്ന് പങ്കെടുക്കണം എന്നുള്ളത്. അപ്പോൾ അത്ഭുതകരമായിട്ട് ആ ഒരു സമയത്തായിരുന്നു കോവിഡും മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നത്. അത് കാരണം ആ ടെസ്റ്റ് ഒരു വർഷത്തേക്ക് കുറച്ചും കൂടി നാളത്തേക്ക് നീണ്ടുപോയി. ആ സമയത്തിനുള്ളിൽ ഞങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഞങ്ങളുടെ റിസൾട്ട് വന്നു, സർട്ടിഫിക്കറ്റുകളെല്ലാം ലഭിച്ചു. അങ്ങനെയാണ് അന്ന് ആ ഒരു ടെസ്റ്റിൽ പങ്കെടുക്കാൻ സാധിച്ചിരുന്നത്. ഒരു വലിയ ദൈവാനുഗ്രഹമായിട്ട് കരുതുന്നത്. കാരണം ഒരു പക്ഷേ അന്ന് ആ ടെസ്റ്റ് പങ്കെടുത്തിരുന്നില്ലെങ്കിൽ രണ്ടാമത് അതിൻ്റെ ഒരു ടെസ്റ്റ് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അപ്പം അന്ന് ഒരു ടെസ്റ്റിൽ പങ്കെടുക്കാൻ സാധിച്ചതും ആ ലിസ്റ്റിൽ വരാൻ ഇടയായതും ഒക്കെ ഭയങ്കര ദൈവാനുഗ്രഹമായിട്ട് കരുതുന്നു. ഒരു അവസരത്തിൽ ജോലി നഷ്ടപ്പെടുന്ന ഒരു അവസരം ഉണ്ടായിരുന്നു. അതായത് ഈ ജോലിയിലേക്ക് ഒത്തിരി പേരെ ആവശ്യമില്ല, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴും അത്ഭുതകരമായിട്ട് തമ്പുരാനിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ചു. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. എന്നാലും തമ്പുരാൻ ആ ഒരു സമയത്ത് അത്ഭുതകരമായിട്ടാണ് ജൂണിലേക്ക് ഒരു സ്കൂളിലേക്കുള്ള വിളി വരുന്നത്. അതിനുശേഷം ഇപ്പോൾ ഈ ലാസ്റ്റ് ആണെങ്കിൽ പോലും ക്യാരിയിങ് ആയിരുന്നു. ആ സമയത്തും അത്ഭുതകരമായിട്ടാണ് ഈ വർഷം ദൈവാനുഗ്രഹത്താൽ പെർമനൻറ്റ് ജോലിയിലേക്ക് വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഡെലിവറിക്ക് ശേഷമാണെങ്കിൽ മറ്റേണിറ്റി ലീവ് എടുക്കാനും അതിനുശേഷം ഇനിയിപ്പം ജോലിയിലേക്ക് പ്രവേശിക്കാനും ഒക്കെ സാധിക്കുന്നത്. തമ്പുരാൻ ഒത്തിരി മനോഹരമായിട്ടാണ് ഈ ഒരു ജീവിതത്തെ ക്രമീകരിച്ചെന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ എത്ര മനോഹരമായിട്ടാണ് ദൈവം വഴി നടത്തിയെന്ന് ഞങ്ങളിങ്ങനെ ആലോചിക്കുകയാണ്. പ്രത്യേകിച്ച് അത് ഏത് രീതിയിലാണെങ്കിലും, ഈവൻ ഞങ്ങളുടെ പ്രൊഫഷൻ വൈസ് ആയിക്കോട്ടെ, ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളായിക്കോട്ടെ, കർത്താവ് ഞങ്ങളെ വചനത്തിൽ പറയുന്ന പോലെ ദൈവം തനിക്ക് തൻ്റെ ചേർന്ന ഇണയെ ദൈവം തരുമെന്ന് പറയുന്നത് പോലെ തന്നെ എല്ലാം ദൈവം ഇങ്ങനെ ഓരോ സമയത്തും ദൈവം കൂട്ടി ഇണക്കിയത് വളരെ മനോഹരമായിട്ട് ഞങ്ങളിപ്പം ഓർക്കുകയാണ്. സുവിശേഷ വേലയിലേക്ക് ദൈവം ഞങ്ങളെ കൂട്ടിച്ചേർത്തു എന്നതിലാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. ഈവൻ ഞങ്ങളുടെ പ്രൊഫഷൻ വൈസിൽ പോലും കർത്താവിനെ എങ്ങനെ മഹത്വപ്പെടുത്താം, ഈവൻ ഞങ്ങളുടെ പ്രൊഫഷൻ ഉപയോഗിച്ച് എങ്ങനെ കർത്താവിന് മഹത്വം കൊടുക്കാം എന്നൊരു കാര്യം ഞങ്ങൾ ദൈവത്തിന് അതിയായി നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് ഈ ഒരു സമയങ്ങളിൽ എല്ലാം ഞങ്ങൾ കടന്നുപോയ സ്ട്രഗിളിൽ പോലും ഞങ്ങൾക്ക് യാതൊരു കുറവോ ബുദ്ധിമുട്ടുകളോ ഒന്നും വരുത്താതെ ദൈവം ഞങ്ങളെ ചേർത്ത് പിടിച്ച് ദൈവരാജ്യത്തിനായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നതിലോർത്ത് ഒരുപാട് ദൈവത്തിന് നന്ദി പറയുന്നു.
ഇനിയും എനിക്കിപ്പോഴും ബോധ്യമുണ്ട്. കാരണം ഇത് ഞങ്ങളുടെ ഒരു തുടക്കം മാത്രമാണ്. ഞങ്ങളുടെ ഒരു തുടക്കമായിട്ട് ഞങ്ങൾ കരുതുന്നു. ഇനിയും ഒരുപാട് മേഖലയിലേക്ക് കർത്താവിനെ എത്തിക്കാനും ദൈവരാജ്യം എത്തിക്കാനും ഒക്കെ ആയിട്ടുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കാരണം ഈശോയുടെ സ്വർഗാരോഹണ വേളയിൽ ഈശോ ശിഷ്യന്മാരോട് അവസാനമായി പറഞ്ഞു പോയ കാര്യം ഇതായിരുന്നു: നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുകയും. കാരണം കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത് അതാണ്. നമ്മൾ ഏത് മേഖലയിലാണെങ്കിലും ഏത് പ്രൊഫഷനിലാണെങ്കിലും ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക, ദൈവരാജ്യം എത്തിക്കുക. ഇത് കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇടയാകട്ടെ. ദൈവരാജ്യം എല്ലാവരിലേക്കും എത്തട്ടെ. അങ്ങേ തിരുമുറിവുകളിൽ എന്നെ മറക്കണമേ, അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തേണമേ. എല്ലാം എനിക്കെന്റെ യേശു, എന്റെ ജീവൻ